നമ്മൾ ആധുനികം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആശയങ്ങളുണ്ടല്ലോ അല്ലേ? അതിലൊന്നാണ് മതേതരത്വം. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ആശയങ്ങളൊക്കെ ശരിക്കും എവിടെ നിന്നാണ് വന്നതെന്ന്? അപ്പോ ജയ് സായ് ദീപകിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. അതിലെ പ്രധാന വാദങ്ങൾ വെച്ച് നമ്മുടെ ഇന്ത്യയുടെ അടിസ്ഥാന ആശയങ്ങളൊക്കെ യൂറോപ്യൻ കൊളോണിയൽ ചരിത്രത്തിൽ നിന്ന് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒരു തുടക്കം തന്നെ ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ്. നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളെയും ഒന്ന് കുലുക്കി ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. ഇതാണാ ചോദ്യം. മതേതരത്വം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ വാല്യൂ ആണോ? അതായത് ലോകത്തെവിടെയും ഒരുപോലെ ശരിയാവുന്ന ഒന്നാണോ ഇത്? ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു ചോദ്യമാണല്ലേ? കാരണം നമ്മുടെ ഭരണഘടനയുടെയൊക്കെ ഒരടിസ്ഥാനം തന്നെ ഈ ആശയമാണ്. പക്ഷെ ഇതൊരു യൂണിവേഴ്സൽ ഐഡിയ അല്ലെങ്കിലോ? അവിടെയാണ് ഈ പുസ്തകത്തിന്റെ പ്രസക്തി. ഈ പുസ്തകത്തിന്റെ പ്രധാന വാദം ഇതാണ്: നമ്മളിപ്പോ സാർവത്രികമായി കാണുന്ന മതേതരത്വം പോലുള്ള ആശയങ്ങളുണ്ടല്ലോ, അതൊന്നും അങ്ങനെയല്ല. മറിച്ച് യൂറോപ്പിൽ അവിടത്തെ മതവും ഭരണകൂടവും തമ്മിലുണ്ടായ ചില പ്രത്യേക പ്രശ്നങ്ങളുടെയും ചരിത്രത്തിന്റെയും ഭാഗമായി ഉണ്ടായതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഉത്ഭവം സാർവത്രികമല്ല, മറിച്ച് വളരെ സ്പെസിഫിക്കായിട്ടുള്ള ഒരു യൂറോപ്യൻ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഈ വാദം നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ പുസ്തകത്തിൽ പറയുന്ന രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ആദ്യം അറിയണം: കൊളോണിയലിസവും പിന്നെ കൊളോണിയാലിറ്റിയും. കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടും രണ്ടാണ്. ആദ്യം നമുക്ക് കൊളോണിയലിസം എന്താണെന്ന് നോക്കാം. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സൈന്യത്തെ ഉപയോഗിച്ച് കീഴടക്കി ഭരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതുപോലെ. അതായത് ആ ഒരു ശാരീരികമായ അധിനിവേശം. എന്നാൽ ഈ പുസ്തകം കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കൊളോണിയാലിറ്റി എന്ന ആശയത്തിനാണ്. അതെന്താണെന്ന് വെച്ചാൽ, കൊളോണിയലിസം എന്ന ആ ഭൗതിക ഭരണം അവസാനിച്ചാലും നമ്മുടെ ചിന്താരീതിയിലും നിയമങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ആ കൊളോണിയൽ സ്വാധീനം അതേപടി തുടരുന്ന അവസ്ഥയാണ്. ബ്രിട്ടീഷുകാര് രാജ്യം വിട്ടുപോയി, പക്ഷെ അവരുടെ ചിന്തകളും ഭരണരീതികളും ഇവിടെ തന്നെ ഒരു പ്രേതം പോലെ നിലനിന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശരി, അപ്പോൾ നമുക്ക് തിരിച്ച് മതേതരത്വത്തിലേക്ക് വരാം. ഈ ആശയം ശരിക്കും എവിടെ നിന്നാണ് വന്നത്? അതിനുത്തരം കണ്ടെത്താൻ പുസ്തകം നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് യൂറോപ്പിന്റെ ചരിത്രത്തിലേക്കാണ്. ഇവിടെയാണ് ശരിക്കും ഒരു ട്വിസ്റ്റ് വരുന്നത്. മതത്തെയും ഭരണത്തെയും രണ്ടായി കാണണം എന്ന ആശയം മതത്തിന് എതിരായി വന്ന ഒന്നല്ല, മറിച്ച് ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ ഒന്നാണ് എന്നാണ് പുസ്തകം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മതവിരുദ്ധ ആശയമേ ആയിരുന്നില്ല തുടക്കത്തിൽ. ഈ ആശയം എങ്ങനെയാണ് പടിപടിയായി വളർന്നു വന്നതെന്ന് നോക്കിയാൽ, ആദ്യം 1517 പ്രൊട്ടസ്റ്റന്റ് നവീകരണം വന്നു. അതോടെ ആത്മീയ അധികാരവും ഭൗതിക അധികാരവും രണ്ടാണെന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി. പിന്നെ 1648 വെസ്റ്റ്ഫാലിയ ഉടമ്പടി വന്നപ്പോൾ ഓരോ രാജ്യത്തിനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള പരമാധികാരം കിട്ടി. അവസാനം ജോൺ ലോക്കിനെപ്പോലുള്ള ചിന്തകർ വന്ന് ഇതിനെയൊക്കെ ഒരു കൃത്യമായ രാഷ്ട്രീയ സിദ്ധാന്തമാക്കി മാറ്റി. ഈ യൂറോപ്യൻ മോഡലാണ് പിന്നീട് ലോകം മുഴുവൻ ഒരു സ്റ്റാൻഡേർഡായി മാറിയത്. അപ്പോൾ ഈ പുസ്തകം പറയുന്നതനുസരിച്ച് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന സെക്കുലറിസം അല്ലെങ്കിൽ മതേതരത്വം എന്നത് മതത്തിൽ നിന്ന് ഭരണകൂടത്തെ വേർപെടുത്താനുള്ള ഒരു ശ്രമം ആയിരുന്നില്ല. നേരെ മറിച്ച് ക്രിസ്ത്യൻ ധാർമ്മികതയും മൂല്യങ്ങളും നിയമങ്ങളിലൂടെ നടപ്പിലാക്കാനായി ഉണ്ടാക്കിയ ഒരു തരം ക്രിസ്ത്യൻ സെക്കുലർ സംവിധാനമായിരുന്നു അത്. ഓക്കെ, അപ്പോൾ യൂറോപ്പിൽ ഇങ്ങനൊരു ആശയം രൂപപ്പെട്ടു. പക്ഷേ തികച്ചും വ്യത്യസ്തമായൊരു സംസ്കാരവും ചരിത്രവുമുള്ള ഭാരതത്തിലേക്ക് ഈ ആശയം കൊണ്ടുവന്നപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് അതാണിനി നോക്കേണ്ടത്. കൊളോണിയൽ ഭരണത്തിനു മുൻപ് ഭാരതത്തിലെയും അതുപോലെ ലോകത്തെ മറ്റ് തദ്ദേശീയ സമൂഹങ്ങളിലെയും കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമായിരുന്നു. ഈ പുസ്തകം അതിനെ വിശേഷിപ്പിക്കുന്നത് പ്രകൃതിയുടെ തത്വശാസ്ത്രം എന്നാണ്. അതായത് പ്രകൃതി വെറുമൊരു വസ്തുവല്ല, മനുഷ്യനും ഭൂമിയും പുഴയും മലകളുമെല്ലാം ഒരേ ജീവന്റെ ഭാഗമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ഒന്ന്, പ്രകൃതിയെ ആരാധിക്കുകയും അതിന്റെ ഭാഗമായി ജീവിക്കുകയും ചെയ്യുന്നൊരു ലോകം. മറ്റൊന്ന്, പ്രകൃതിയെ അളന്ന് തിട്ടപ്പെടുത്തി സ്വന്തമാക്കി ചൂഷണം ചെയ്യാനുള്ള ഒരു വിഭവമായി മാത്രം കാണുന്ന ലോകം. ഈ രണ്ട് ചിന്തകളും തമ്മിൽ ഒരു തരത്തിലും ഒത്തുപോകില്ലായിരുന്നു. അതൊരു വലിയ സംഘർഷത്തിന് കാരണമായി. ഈ കൊളോണിയൽ അധിനിവേശത്തിന്റെ ലക്ഷ്യം വെറും സാമ്പത്തികം മാത്രമായിരുന്നില്ല. 1493 മാർപ്പാപ്പയുടെ ഒരു കൽപ്പനയുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആ ക്രൂരരായ ജനതകളെ കീഴടക്കി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. അപ്പോൾ അതൊരു കച്ചവടം മാത്രമല്ല, ഒരു മതപരമായ ദൗത്യം കൂടിയായിരുന്നു അവർക്ക്. ഈ ഒരു മാനസികമായ മാറ്റം കൊണ്ടുവരാൻ അവർ ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം എന്തായിരുന്നു എന്നറിയാമോ? വിദ്യാഭ്യാസം. മെക്കാളയുടെ കുപ്രസിദ്ധമായ ആ വാക്കുകളുണ്ടല്ലോ. എന്തായിരുന്നു ലക്ഷ്യം?
രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാരായിരിക്കും, പക്ഷേ അവരുടെ ചിന്ത, അവരുടെ അഭിപ്രായം, അവരുടെ ധാർമ്മികത എല്ലാം ഇംഗ്ലീഷുകാരുടേതായിരിക്കും. ഇതിലും നല്ലൊരു ഉദാഹരണം കൊളോണിയാലിറ്റിക്ക് പറയാനില്ല. അപ്പോ ഈ പുസ്തകം പറയുന്നതനുസരിച്ച് കൊളോണിയൽ വിദ്യാഭ്യാസം എന്നു പറഞ്ഞാൽ വെറുതെ കണക്കും ശാസ്ത്രവും പഠിപ്പിക്കലായിരുന്നില്ല. അത് മിഷണറി പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം കൂടിയായിരുന്നു. വിദ്യാഭ്യാസം നൽകുക, അവരെ നാഗരികരാക്കുക എന്നൊക്കെ ആത്യന്തികമായി മതപരിവർത്തനത്തിലേക്കുള്ള ഒരു വഴി കൂടിയായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇന്ത്യയിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല ഇത്. 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ കൊളോണിയൽ ചിന്താഗതി എങ്ങനെയാണ് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡായി, ഒരു അന്താരാഷ്ട്ര നിയമം പോലെ മാറിയതെന്ന് നമുക്ക് നോക്കാം. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ എന്ന പേരിൽ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചു. അങ്ങനെ ഒരു പുതിയ ലോകക്രമം നിലവിൽ വന്നു. ഈ ലീഗ് ഓഫ് നേഷൻസ് പ്രവർത്തിച്ചിരുന്നത് ഒരു നാഗരികതയുടെ നിലവാരം അഥവാ സ്റ്റാൻഡേർഡ് ഓഫ് സിവിലൈസേഷൻ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഈ പുസ്തകം പറയുന്നത് ഈ നാഗരികത എന്നത് യഥാർത്ഥത്തിൽ യൂറോപ്യൻ മാതൃകയ്ക്ക് കൊടുത്ത ഒരു മതേതര പേരായിരുന്നു എന്നാണ്. അതായത് ഒരു രാജ്യം നാഗരികം ആകണമെങ്കിൽ അവർ യൂറോപ്യൻ മോഡലുള്ള ഒരു രാജ്യം സ്ഥാപിക്കണം, അവരുടെ നിയമങ്ങൾ പാലിക്കണം, അവർ പറയുന്ന മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം. ചുരുക്കത്തിൽ ലോകം മുഴുവൻ യൂറോപ്പിനെപ്പോലെ ആകണം. ഈ ഒരു മേധാവിത്വം അവരുടെ നിയമത്തിൽ തന്നെ എഴുതിവെച്ചിട്ടുണ്ടായിരുന്നു. ലീഗിന്റെ ഉടമ്പടിയിലെ ആർട്ടിക്കിൾ 22-ൽ പറയുന്നുണ്ട്, ആധുനിക ലോകത്ത് തനിച്ചു നിൽക്കാൻ കഴിവില്ലാത്ത ജനതയെ സംരക്ഷിക്കേണ്ടത് നാഗരികതയുടെ ഒരു പുണ്യമായ കടമയാണ് എന്ന്. ഈ പറയുന്നതിലൂടെ നാഗരികരായ ഞങ്ങളും അല്ലാത്ത നിങ്ങളും എന്നൊരു വേർതിരിവ് അവർ നിയമപരമായി സ്ഥാപിക്കുകയായിരുന്നു. ശരി, അപ്പോൾ ഈ ചരിത്രമൊക്കെ നമ്മൾ കേട്ടു. ഇതിൽ നിന്നെല്ലാം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങളെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇതാണ്: നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയവും നിയമപരവുമായ സംവിധാനങ്ങൾ, നമ്മുടെ ഭരണഘടന പോലും നിർമ്മിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരിട്ടുകൊടുത്തുപോയ ഒരു കൊളോണിയൽ അടിത്തറയ്ക്ക് മുകളിലാണ്. അതായത് കെട്ടിടം നമ്മൾ പുതിയത് പണിതു, പക്ഷെ ഫൗണ്ടേഷൻ പഴയത് തന്നെ. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു ഡീകോളണൈസേഷൻ അഥവാ അപകോളനീകരണം സാധ്യമാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ മറഞ്ഞിരിക്കുന്ന ചരിത്രം മനസ്സിലാക്കുക എന്നതാണ്. നമ്മുടെ ചിന്തകളെയും നിയമങ്ങളെയും ഇന്നും നിയന്ത്രിക്കുന്ന ഈ കൊളോണിയൽ സ്വാധീനം എന്താണെന്ന് തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ പടി എന്നാണ് ഈ പുസ്തകം പറയുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ വിശകലനം നമ്മളെ എല്ലാവരെയും ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുകയാണ്. നമ്മുടെ ഭരണഘടന ഒരു സംസ്കാരത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ കൊളോണിയൽ ചിന്തകളിൽ നിന്ന് പൂർണ്ണമായും മുക്തമായ ഭാരതത്തിന്റെ തനതായ സംസ്കാരത്തിൽ നിന്നും രൂപപ്പെടുന്നതൊന്ന് എങ്ങനെയായിരിക്കും? ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുന്നിടത്താണ് ഒരുപക്ഷെ യഥാർത്ഥത്തിലുള്ള ഒരു സംവാദം ആരംഭിക്കുന്നത്.